ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ സ്കൈ ട്രെയിനിലൊക്കെ കയറി കഴിഞ്ഞപ്പോഴാണ് അവിടെ ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ടേക്ക് വിട്ടു. ആക്ച്വലി ഞാൻ വിചാരിച്ചത് ബട്ടർഫ്ലൈയുടെ കുറേ പിക്ചേഴ്സ്, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുക, അല്ലെങ്കിൽ കുറച്ച് ഫ്ലവേഴ്സ് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചയെന്ന് വെച്ചാൽ, നിങ്ങൾക്കത് എൻ്റെ വീഡിയോയിലത് ക്ലിയറായിട്ട് കാണാൻ പറ്റുക, പറന്നു പോകുന്നുണ്ടോ, കാണാൻ പറ്റുന്നോന്ന് എനിക്കറിയില്ല. നിറയെ ബട്ടർഫ്ലൈസ് ആണ്. അതിന് വേണ്ടിയിട്ട് അവരുടെ 100% എല്ലാം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഫ്ലവേഴ്സ് ആയാലും അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഒരാൾ നിന്നിട്ട് ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്, ക്ലീനിങ് ചെയ്യുന്നുണ്ട്. നിറയെ നമ്മുടെ അടുത്തൂടെയൊക്കെ ബട്ടർഫ്ലൈസ് ഇങ്ങനെ പറന്ന് പോവുകയാണ്. പൈനാപ്പിളൊക്കെ സെറ്റ് ചെയ്ത്, ഈ പൈനാപ്പിളിൽ ആ മധുരം, ആ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് ബട്ടർഫ്ലൈസ് വന്നിരിക്കുന്നതുണ്ടോ. അയ്യോ, ഇതൊരു വല്ലാത്തൊരു കാഴ്ചയാണ്. ഒരു എയർപോർട്ടിലാണ് സത്യം പറഞ്ഞാൽ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആലോചിക്കുമ്പോൾ തന്നെ അത്ഭുതമാണ്. കണ്ടോ, ഒരു സന്തോഷം. രാവിലെ നമുക്ക് ഈ ഒരു കാഴ്ചയെ കാണുമ്പോൾ മനസ്സിലൊരു സന്തോഷം. നമ്മൾ ആ ഒരു ടൈമിൽ വന്ന ടയേർഡും അത്യാവശ്യത്തിന് നമ്മുടെ ഫുഡൊന്നും അല്ലല്ലോ കഴിച്ചത്, അവിടുത്തെ ബർഗറും അതുമൊക്കെ കഴിച്ചതിൻ്റെ ആ ഒരു ക്ഷീണവും എല്ലാം മാറിയത്. ഇത് കണ്ടോ, നമ്മുടെ ബട്ടർഫ്ലൈ എങ്ങനെയാണ് ഇവിടെ ഉണ്ടാകുന്നതെന്നുള്ളതാണ്. ഓരോ സ്റ്റെപ്പ് ബൈ ആയിട്ട് അവർ തന്നെ അതിനെ അവിടെ ഉണ്ടാക്കി എടുക്കുവാണ്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളിവിടെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് നോക്കിയാണ് നമ്മുടെ ടെക്സ്റ്റിലൊക്കെ കണ്ടിട്ടില്ലേ പണ്ട് 7ാം ക്ലാസ്സിലൊക്കെ, ഓരോ സ്റ്റെപ്പ് പ്യൂപ്പ, അത് കഴിഞ്ഞ് ഓരോ സ്റ്റെപ്പായിട്ട് ലാസ്റ്റ് ബട്ടർഫ്ലൈ ആകുന്നത് വരെ ഇവിടെ ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് വെക്കുന്ന അവരുടെ ഒരു കൂട് തന്നെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ രസമുള്ള കാഴ്ചയാണ്. ഇത് അങ്ങനെ ഇങ്ങനെ എല്ലായിടത്തും നമുക്കത് കാണാൻ പറ്റത്തില്ല കേട്ടോ. ഇത് സിംഗപ്പൂർ എയർപോർട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇവർക്ക് 100ൽ 100 മാർക്ക് തന്നെയാണ് കൊടുക്കുന്നത്. വണ്ടേഴ്സ് ഓഫ് ബട്ടർഫ്ലൈ. എല്ലായിടത്തും അതിൻ്റേതായ നീറ്റായിട്ടാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് തന്നെ മിസ്സായി പോയേനെ ഞങ്ങൾക്ക്. ഈ ഗാർഡനൊക്കെ നോക്കാനും സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഒത്തിരി പേരുണ്ട് കേട്ടോ. ഞങ്ങൾ ചെന്ന ടൈമിൽ തന്നെ അവിടെ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്യാണ്. ഇതൊക്കെ ചെടികൾ, ഒറിജിനൽ ഫ്ലവേഴ്സും ചെടികളും ഒക്കെ തന്നെയാണ്. പക്ഷെ അവർക്ക് വേണ്ടി വന്നിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവേഴ്സ്, ആ റെഡ് കളർ ഫ്ലവറില്ലേ, അതൊക്കെ പ്രത്യേകം അവർ അറേഞ്ച് ചെയ്യുന്നതാണ് കേട്ടോ. അടിപൊളി. അത് കണ്ടു കഴിഞ്ഞപ്പോൾ സൈഡിലൂടെ ഒരു ഗുഹ പോലെ സെറ്റ് ചെയ്തിരിക്കുന്നു. അതിലൂടെ ഒരു സ്റ്റെയർ ഉണ്ട്. അപ്പം അതിലൂടെ മുകളിൽ പോയാൽ നമുക്ക് ആ വാട്ടർഫാൾ കുറച്ചുകൂടി അടുത്ത് നിന്ന് കാണുകയും ചെയ്യാം. ഈ താഴെയുള്ളതെല്ലാം നമുക്ക് നല്ല സീനറി പോലെ നമുക്ക് കാണുകയും ചെയ്യാം. എന്ത് ഭംഗിയല്ലേ ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നേരെ പോവാണ്. അപ്പം ഇങ്ങനെ ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എയർപോർട്ടിനകത്താണ് ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതും ഈ ബട്ടർഫ്ലൈ പാർക്ക് അവർ സെറ്റ് ചെയ്തിരിക്കുന്നതും. അതും സിംഗപ്പൂർ എയർപോർട്ടിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. നമ്മുടെ എയർപോർട്ടിലൊന്നും, ട്രിവാൻഡ്രം എയർപോർട്ടിൽ കുറച്ച് ചെടികളെങ്കിലും അകത്തൊക്കെ ചെയ്ത് വെക്കാമെന്ന് ഞാനൊരു സജഷൻ പറയുകയാണ്. ട്രിവാൻഡ്രം എയർപോർട്ട് കണ്ടിട്ട് ഇവിടെ കണ്ടപ്പോൾ ഇതൊരു അത്ഭുത ലോകം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇൻ്റർനാഷണൽ വേൾഡിലെ ഏറ്റവും നമ്പർ 1 എയർപോർട്ടിലൊന്നാണ് സിംഗപ്പൂർ എയർപോർട്ട്. ഫസ്റ്റ് റാങ്ക് തന്നെ കൊടുക്കാം. കാരണം ഒരു എയർപോർട്ടെന്ന് വെച്ചാൽ ആളുകൾക്ക് സഞ്ചരിക്കുക എന്നുള്ള ഒരു അത്യാവശ്യം മാത്രമാണുള്ളത്. പക്ഷെ അതിൻ്റെ അകത്ത് ഇത്രയും എക്സ്ട്രാ സാധനങ്ങൾ ചെയ്തിരിക്കുന്നത് വളരെ അടിപൊളിയായിട്ടുണ്ട്. ഇത് എവിടെ നിന്ന് കാണുന്ന കാഴ്ച സൂപ്പർ. അപ്പോൾ ഒരു ചങ്ങാതി എൻ്റെ കൂടെ തന്നെയാണ്. കുറേ നേരമായിട്ട് കയ്യിലിരിക്കും. നിറയെ ഇങ്ങനെ ബട്ടർഫ്ലൈകൾ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളടുത്തൊക്കെ ഇങ്ങനെ വന്നിരിക്കുമായിരിക്കും. അവർക്കും വേണ്ട ഒരു സന്തോഷങ്ങളൊക്കെ. അങ്ങനെ കൂട്ടിനൊരാളെയും കൂടെ കിട്ടി. അപ്പം അത്യാവശ്യത്തിന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്പോട്ട് കൂടിയാണ്. രാവിലെ തന്നെ ഒരു പുള്ളിക്കാരൻ നിന്ന് പൈനാപ്പിളൊക്കെ അറേഞ്ച് ചെയ്യുകയാണ്. ഇത് കണ്ടോ, ഒരാൾ വന്നപ്പോൾ അടുത്ത ഫ്രണ്ട്സിനെയും കൂടെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊരു 1 hour ഇവിടെ സ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങി പോകാം. കാരണം നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈം ആയിരിക്കും. ഒരു 9 hours നമ്മുടെ സിംഗപ്പൂർ എയർപോർട്ടിൽ എങ്ങനെ പോയെന്ന് എനിക്കറിയാൻ വയ്യ. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ചെടി, ഇത് മറ്റേ പ്രാണികളെയൊക്കെ കഴിക്കുന്ന ചെടിയാണ്, പക്ഷെ ഞാൻ പേര് മറന്നുപോയി. അങ്ങനെ അത്ഭുതകരമായ ചെടികളുമൊക്കെ കണ്ടു. അപ്പോൾ ഇനി നേരെ പോകാം. ടെർമിനൽ 3ലേക്കാണ് പോകുന്നത്. അവിടേക്കാണ് ആ മാമ വരാൻ പറഞ്ഞത്. പക്ഷെ എയർ ഹോസ്റ്റസ് പറഞ്ഞ ടെർമിനൽ 1
C1ലേക്കാണ് C15. അപ്പൊ നമ്മളിനി എങ്ങോട്ട് പോകും? എനിക്ക് നിന്റെ ഓഡിയൻസിനോട് ഒരു കാര്യം പറയാനുണ്ട്. പറ. ചെയ്ത സിംഗപ്പൂർ എയർപോർട്ടിൽ വരരുത്. ഇതുപോലൊരു എയർപോർട്ട് ഇല്ല, വേറെ ഇല്ല. രസാണ്. അല്ല, ഞാൻ പറയട്ടെ, എനർജി ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ മതി. നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. കാലും കടയും വയ്യാത്തവരും ഇവിടെ വരരുത്. അതെ, നടക്കാൻ ഇഷ്ടമുള്ളവര്, വെയിറ്റ് ലോസ് ചെയ്യുന്നവര്, എക്സസൈസ് ചെയ്യാൻ താല്പര്യമുള്ളവര് ഒക്കെ വരിക. അല്ലാത്തുള്ളവര് ഈ എയർപോർട്ടിൽ വരരുത്. നടക്കാനുള്ള മനസ്സും കാലിനാവതും കൊടുക്കാൻ പൈസ, ആഹാരത്തിന്റെ പൈസയും അത്രയും വേണം നമ്മുടെ ഇഷ്ടമുള്ളത് കഴിക്കാനായിട്ട് വരരുത്. കിട്ടുന്നത് ഫ്രണ്ട്ലി ആയിട്ട് കഴിക്കാൻ പറ്റും. അല്ലാതെ രാവിലെ തന്നെ ഇഡലി ദോശ രാവിലെ തന്നെ ബർഗർ, ഇഡലി ദോശയൊക്കെ തിന്നണമെന്നുള്ളത് ഇവളെ സമീപിക്കുക. രാവിലെ തന്നെ ബർഗറും മസാല 700 രൂപ, 750 രൂപ മസാല ദോശയും ബ്ലാക്ക് ടീയും കഴിച്ചിട്ട് റിച്ച്. അവള് റിച്ച്, നമ്മള് സാധാ ലോക്കൽ. 450 രൂപയ്ക്ക് ഒരു ബർഗറും കൊക്കോളയും. എന്തായിരുന്നു നമുക്ക് പൊട്ടറ്റോ എന്തോ ഒരു ഫ്രൈസ്, ആ സാധനവും തിന്നിട്ട് വെള്ളം കുടിക്കുക. പിന്നെ ഫ്രീ ആയിട്ടൊരു സാധനം കിട്ടും, നല്ല ശുദ്ധമായ പാനി. അതെടുക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾക്ക് ഈ വെള്ളം കിട്ടിയത് ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് വരിക. നിങ്ങള് അത് കാണാം ഇത് കാണാന്നൊക്കെ മനസ്സിലുണ്ടാവും, ഒന്നും നടക്കും. ഇല്ല, കണ്ടില്ലേ നമ്മളൊത്തിരി ബട്ടർഫ്ലൈ ഗാർഡൻ കണ്ടു. പിന്നെന്തോണ്ട്, ഈ വാട്ടർഫോളും ഉണ്ട്. പിന്നെന്തുവാ, പിന്നെ അവിടെ ഒരു ഗാർഡൻ കണ്ടു. ആ പിന്നെ ഒരു വാൾ വാട്ടർഫോളും ഒരു സൺഫ്ലവറിന്റെ ഒരു സംഭവം ഉണ്ട്. അതാണ് ഇത്ര നേരം ചോദിച്ചോണ്ടിരിക്കുന്നത്. അതിന്റെ ഫോട്ടോ ഉണ്ടോ? അത് കാണിച്ചു ചോദിക്കാം. പക്ഷേ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. സത്യം, ഇത്ര ആളുകൾ ഇവിടെ നിന്ന് ഗായ്സ്, ഇവിടെ ആളുകൾ കൂടി 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 വരുവാണ്. നീ 1 മിനിറ്റ് ട്രെയിൻ വരട്ടാ, നീ ചാടിക്കറി. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ അത്യാവശ്യം സിംഗപ്പൂർ എയർപോർട്ട് ഫുൾ കവർ ചെയ്തു. ബാലിയിലേക്കുള്ള ഫ്ലൈറ്റ് കയറിയിരിക്കുകയാണ്. അപ്പോഴാണ് ഒരുത്തി പറയുന്നത്, എടി ബിസിനസ് ക്ലാസ് ദാ ഇവിടെ വെറുതെ കിടക്കുന്നു, നമുക്ക് പോയി കണ്ടാലോ എന്ന്. അങ്ങനെ അത്യാവശ്യം അവിടെ ചെന്ന് കണ്ടു കേട്ടു. പിന്നെ ബാക്കിലോട്ട് വന്നു. ഞങ്ങൾ അവരവരുടെ സീറ്റിലിരിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഇനി ഞങ്ങൾ സ്കൂട്ടിലാണ്. ഇത് സ്കൂട്ട് ഫ്ലൈറ്റാണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യത്തിന് എല്ലാവരും അവരവരുടെ സീറ്റിലൊക്കെ മര്യാദയ്ക്ക് ഇരുന്നു. അപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നേരെ ഞങ്ങൾ പോകുന്നത് ബാലി എയർപോർട്ടിലേക്ക്. കേറിയ പാടെ ഒരു ഉറക്കം വെച്ചപ്പോൾ ബാലി എയർപോർട്ട് എത്തിയതായി ചേച്ചിമാർ അനൗൺസ് ചെയ്തു. അപ്പോൾ ബാലി വ്ലോഗുമായി വരുന്നത് വരെ ടാറ്റ ബൈ ബൈ ഷിയോ.